നമസ്കാരം. ഇന്ത്യ സഖ്യം തകർന്നടിയുന്നു. അവസാന ലാപ്പിലേക്ക് തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ BJP അനുകൂല നിലപാടും മോദി തരംഗവും രാജ്യത്ത് ഉണ്ടെന്ന് മനസ്സിലാകുന്നു. ഏഴാം ഘട്ട തിരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ലോകരാജ്യങ്ങളുടെ കണ്ണ് ഇന്ത്യയിലേക്കാണ്. മൂന്നാം മോദി സർക്കാർ ഇന്ത്യയുടെ അധികാര കസേരയിൽ വീണ്ടും വന്നാൽ അത് ഇന്ത്യയിലേത് മാത്രമല്ല, ലോകത്തിന്റെ തന്നെ ചരിത്രമായി മാറും. അത് കാണാൻ ഇന്ത്യയിലേക്ക് കണ്ണും കാതും കൂർപ്പിച്ച് ലോകരാജ്യങ്ങളിരിക്കുന്നു. ജൂൺ 4-ാം തീയതി ഇന്ത്യയുടെ അമരത്ത് മോദി വരുന്നത് കാണാൻ തന്നെയാണ് ജനം ആഗ്രഹിക്കുന്നത്. ലോകരാജ്യങ്ങളുമായുള്ള ബന്ധം ദൃഢപ്പെടുത്തുന്നതിന് BJP സർക്കാർ അധികാരത്തിൽ കയറിയ അന്നു മുതൽ ചെയ്ത കാര്യങ്ങളൊന്നും തന്നെ ചെറുതല്ല. ഇന്ത്യ സഖ്യം വെല്ലുവിളിക്കുന്നു എന്ന് പറയുന്ന മണ്ഡലങ്ങളെല്ലാം BJPയുടെ അധീനതയിൽ തന്നെയാണ് ഇപ്പോഴും എന്ന കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. BJP സർക്കാർ അധികാരത്തിലേറിയ അന്നു മുതൽ അതിർത്തികൾ കൂടുതൽ സുരക്ഷിതമായി. മേക്കിംഗ് ഇന്ത്യയിലൂടെ ഇന്ത്യയുടെ പ്രതിരോധ രംഗത്തും നേട്ടം പറഞ്ഞറിയിക്കാൻ കഴിയില്ല. റഷ്യയും അമേരിക്കയും അടക്കമുള്ള പ്രതിരോധ രംഗത്ത് ശക്തിയാർജിച്ച രാജ്യങ്ങൾ ഇന്ത്യക്കൊപ്പം നിൽക്കുന്നത് BJP സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് എന്ന് അടിവരയിട്ട് പറയാതിരിക്കാൻ കഴിയില്ല. ശത്രുരാജ്യങ്ങളുടെ നാശം ആഗ്രഹിക്കുന്ന സർക്കാരിനെ താഴെ ഇറക്കാനാണ് പ്രതിപക്ഷങ്ങൾ ഓരോ നീക്കങ്ങളും നടത്തുന്നത്. രാഷ്ട്രീയ നീക്കമായി കാണാൻ കഴിയാത്ത മോദിയുടെ ധ്യാനം പോലും മമതയടങ്ങുന്ന പ്രതിപക്ഷങ്ങൾ ആയുധമാക്കി കാണുന്നു. ഇന്ത്യയെ ആര് ഭരിക്കും എന്നറിയാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. 74 ദിവസം നീണ്ടുനിന്ന പരസ്യ പ്രചാരണത്തിനാണ് ഇന്നലെ വൈകിട്ട് 5 മണിയോടെ അവസാനമായത്. ശനിയാഴ്ച നടക്കുന്ന വോട്ടെടുപ്പിൽ 57 മണ്ഡലങ്ങളാണ് അവസാനമായി വിധി എഴുതുന്നത്. ഉത്തർപ്രദേശ്, ബീഹാർ, ഹിമാചൽ പ്രദേശ്, ഝാർഖണ്ഡ്, ഒഡീഷ, പഞ്ചാബ്, ബംഗാൾ, ചണ്ഡീഗഡ് എന്നിവിടങ്ങളിലെ 57 മണ്ഡലങ്ങളിലാണ് അന്തിമഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഝാർഖണ്ഡിലും ബംഗാളിലും രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിലും പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന ഉത്തർപ്രദേശിലെ വാരണാസി നടി കങ്കണ റണാവത്തും കോൺഗ്രസ് നേതാവ് വിക്രമാദിത്യ സിംഗും ഏറ്റുമുട്ടുന്ന ഹിമാചൽ പ്രദേശിലെ മണ്ഡി, മുൻ കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് മത്സരിക്കുന്ന ബീഹാറിലെ പട്ന സാഹിബ് എന്നിവ വളരെ പ്രധാനമായ മണ്ഡലങ്ങളാണ്. അവസാന തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ ധ്യാനത്തിലാണ്. ദീർഘനാളത്തെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ശേഷം അദ്ദേഹം ധ്യാനത്തിനെത്തിയിരിക്കുകയാണ്. 2019 തിരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധ്യാനം നടത്തിയിരുന്നു. അന്ന് ധ്യാനത്തിനായി തിരഞ്ഞെടുത്തത് കേദാർനാഥിലായിരുന്നു. എന്നാൽ ഈ ധ്യാനം കഴിഞ്ഞ് പിന്നീട് ദിവസങ്ങൾ കഴിഞ്ഞ് ഇന്ത്യ നേരിട്ട് കണ്ടത് BJPയുടെ വലിയ ചരിത്ര വിജയമായിരുന്നു. അത്തരത്തിൽ മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ കയറുന്ന ചരിത്ര വിജയത്തിന് മുന്നോടിയായി മോദി നടത്തുന്ന ഈ നീക്കങ്ങളും വലിയ ചർച്ചയാവുകയാണ്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇത്തവണ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന് തന്നെയാണ് BJP പറയുന്നത്. മാത്രമല്ല, കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിൽ സീറ്റ് ലഭിക്കുമെന്ന് തന്നെയാണ് BJPയുടെ പ്രതീക്ഷ. നരേന്ദ്രമോദിക്ക് പുറമെ ബോളിവുഡ് നടി കങ്കണ റണാവത്ത്, കോൺഗ്രസ് നേതാവ് ആനന്ദ് ശർമ്മ, മുൻ കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ്, മിർസ ഭാരതി തുടങ്ങിയവരും 7-ാം ഘട്ടത്തിൽ ജനവിധി തേടുന്നുണ്ട്. വൻ ഭൂരിപക്ഷത്തോടെ തുടർച്ചയായി 3-ാം തവണയും ഭരണത്തിലേറുമെന്ന് തന്നെയാണ് BJP പ്രതീക്ഷ വെക്കുന്നത്. കഴിഞ്ഞ 6 ഘട്ടങ്ങളിലായി 300-ലധികം സീറ്റുകൾ പിടിച്ചിട്ടുണ്ടെന്നാണ് BJPയുടെ വാദം. ജൂൺ 1-ന് ശേഷം 3 നാൾ കാത്തിരിപ്പാണ്. ഒടുവിൽ ജൂൺ 4 ചൊവ്വാഴ്ച രാജ്യം ആര് ഭരിക്കും എന്നറിയാം. രാജ്യത്തൊട്ടാകെ ജനങ്ങൾ ആ വിധിക്കായി കാത്തിരിക്കുകയാണ്. വോട്ടെടുപ്പിന്റെ 7-ാം ഘട്ടം പൂർത്തിയാകുന്നതോടെ പാർട്ടിക്ക് ലഭിക്കുന്ന സീറ്റുകളുടെ എണ്ണം 400ആയി വർദ്ധിക്കുമെന്നും BJP കണക്ക് കൂട്ടുന്നു. ബംഗാളിൽ 42 സീറ്റിൽ 30 സീറ്റിലും ഒഡീഷയിലെ 17 സീറ്റിൽ 12 സീറ്റിലും BJP വിജയം കൊയ്യുമെന്ന് തന്നെ നേരത്തെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞിരുന്നു.